ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ച് രൂപം കൊണ്ട RSS അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ദ ക്രിട്ടിക് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് മാവോയിസ്റ്റ് ചിന്തകനും എഴുത്തുകാരനുമായ കെ മുരളിയാണ്. ആദ്യ ദശകങ്ങളിൽ കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും RSS നിയന്ത്രിക്കുന്ന BJP തുടർച്ചയായി 3ാം വട്ടവും അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ആ വളർച്ചയുടെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് മുരളി പരിശോധിക്കുന്നത്. ഏവർക്കും സ്വാഗതം. RSSൻ്റെ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ 100ാം വർഷത്തിലേക്ക് അടുക്കുമ്പോൾ അവരുടെ സംഘടനാ ശേഷിയുടെ അല്ലെങ്കിൽ സംഘടനാ വൈഭവത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു നേട്ടമായിട്ട്, അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് ഒക്കെയാണ് പലരും അവതരിപ്പിക്കുന്നത്. മറ്റാർക്കും കഴിയാത്തൊരു കാര്യം അവർക്ക് ഇപ്പോൾ ഉദാഹരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് താരതമ്യപ്പെടുത്താറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറെക്കുറെ ഈ സമയത്ത് തന്നെ സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയാത്തൊരു കാര്യം ഇവർക്ക് കഴിഞ്ഞു എന്നുള്ള മട്ടിലേക്കാണ് പറയുന്നത്. അതിൽ പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ കമ്മ്യൂണിസത്തിനോട് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി CPI മാവോയിസ്റ്റ് അത് ശക്തമായിട്ട് മുന്നേറിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വത്തിലൊരു സായുധ ശക്തി ഇന്ന് ഒരു പ്രധാന വിഷയമായി ഭരണവർഗ്ഗങ്ങൾക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് അർദ്ധസൈനികരെ കണിനിരത്തി അവിടെ അതിനെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശക്തി നമ്മൾ കാണുന്നില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതൊരു വിഷയമുണ്ട്. മറ്റൊരു വിഷയമുള്ളത്, ഈ സംഘടനയുടെ മുഴുവൻ കാലാവധി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് അതിന് ഏതെങ്കിലും തരത്തിലൊരു ശ്രദ്ധേയമായൊരു അഖിലേന്ത്യാ സാന്നിധ്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ട്. ഇപ്പോൾ അതായത് കേരളത്തിൽ നോക്കുക, കേരളത്തിൽ അത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചി, അങ്ങനെ ചില മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി പോലുള്ള ചില സവിശേഷ ജാതികൾക്കിടയിൽ, പ്രത്യേകിച്ചും കൊങ്ങിണി വിഭാഗത്തിനിടയിൽ, മലബാറിലാണെങ്കിൽ അവിടെയും കോഴിക്കോട്, അങ്ങനെ ചില നഗരങ്ങൾ, ചില പോക്കറ്റുകളിൽ, അതിനപ്പുറം അതിനൊരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. മറ്റ് പല സംസ്ഥാനങ്ങളുടെ അവസ്ഥ തന്നെയായിരുന്നു. വടക്കേന്ത്യയിലുള്ള അവസ്ഥയല്ല, UP യിലൊക്കെ തന്നെ കുറച്ചും കൂടി ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവിടെ നിന്ന് പിന്നെ എങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ അതിൻ്റെ ഒരു പങ്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ പോരാട്ടമൊന്നും അവർ നടത്തിയിട്ടില്ല. അവരുടെ പഴയ പാരമ്പര്യം, സാവർക്കർ മുതൽ തുടങ്ങി വെച്ചേക്കണം, ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട്, ഹിന്ദുത്വത്തിൻ്റെ ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് അവരുടെ നേതാക്കന്മാർ, പഴയ നേതാക്കന്മാർ ഹെഡ്ഗേവാറും ഗോവാൾക്കറും ഒക്കെ ചെയ്തതുപോലെ തന്നെ DRSും ജയിലിൽ കിടന്നിട്ട് ഇന്ദിരാഗാന്ധിക്ക് മാപ്പപേക്ഷിക്കുകയാണ് ചെയ്തേക്കുന്നത്, കത്തെഴുതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അവർ അവിടെ ഇവിടെയൊക്കെ പ്രകടനങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ അറസ്റ്റ് വരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോൾ അന്നത്തെ വിവിധ ML ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാർ നേരിടേണ്ടി വന്നിട്ടുള്ള അടിച്ചമർത്തൽ, ഭീകരമായിട്ടുള്ള, ഇവിടെ നമുക്ക് അക്കയങ്ങാമ്പൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി, ഇപ്പോൾ ജോർജ് ഫെർണാണ്ടസ് ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവരുടെ പ്രവർത്തകർ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു അർത്ഥവത്തായ ചെറുത്തുനിൽപ്പ് നടത്തി അവരൊക്കെ തന്നെയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ പൊന്തി വന്നത് നമ്മൾ നോക്കുമ്പോൾ അത് ശരിക്കും ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ തന്നെ ഒരു നീതീകരണ പ്രതിസന്ധിയാണ് അവർക്ക് വളർന്നു വരാനുള്ള ഇടമുണ്ടാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്രാഹ്മണ്യ വിമർശനം എന്നുള്ള പുസ്തകത്തിൽ ആദ്യ ലേഖനത്തിൽ, ബ്രാഹ്മണ്യത്തെക്കുറിച്ചൊരു ഹ്രസ്വപരിചയം എന്നുള്ള ആ ലേഖനത്തിൽ ഞാനത് വിലയിരുത്താൻ നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ മാറ്റം വന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസ്സിൽ വന്ന മാറ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആരംഭ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പെറ്റീഷൻ എഴുത്തിൻ്റെ കാലമാണ്. അപ്പോൾ കേരളത്തിലൊക്കെ അതിനെ ഞായറാഴ്ച കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടൊക്കെ പരിഹസിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീടാണ് ടിളക്കിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കുറച്ചെങ്കിലും ഒരു പ്രക്ഷോഭപരമായ തലത്തിലേക്ക് ഇത് മാറുന്നത്, ലാലാ ലജ്പത് റായ് ഉൾപ്പെടെയുള്ള ആൾക്കാർ. അതോടൊപ്പം തന്നെ കടുത്ത ഒരു ബ്രാഹ്മണ്യ നിലപാടും ഇതിനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണങ്ങൾ അംഗീകരിക്കാതിരിക്കുന്ന ഒരു നിലപാടൊക്കെ ഇതിനുണ്ടായിരുന്നു. പക്ഷെ ആ നിലപാട് വാസ്തവത്തിൽ കോൺഗ്രസിനെ ഒരു വെട്ടിലാക്കുന്നുണ്ടായിരുന്നു. നേരെ മറിച്ച് അതിൻ്റെ അകത്ത് നിൽക്കാത്തത് കൊണ്ട് തന്നെ പുതുതായിട്ട് ഉയർന്നു വന്ന പല വിഭാഗങ്ങളും, ദളിത് സംഘടനകൾ, അതുപോലെ തന്നെ ജാതി പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ജസ്റ്റിസ് പാർട്ടിയെ പോലുള്ള സംഘടനകൾ തമിഴ്നാട്ടിൽ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, അങ്ങനെ കോൺഗ്രസിൻ്റെ പുറത്ത് ബഹുജനങ്ങൾ സംഘടിക്കുകയും അണിനിരക്കുകയും ചെയ്യുന്നൊരു ശക്തമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു.
ഈ സാഹചര്യത്തിലാണ് ഗാന്ധി ഇങ്ങോട്ട് വരുന്നത്. ഗാന്ധി ശരിക്കും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, ഗോഖലെയൊക്കെ ക്ഷണിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മളെ ഓർക്കണം, അതിന് മുമ്പ് കോൺഗ്രസ്സിലൊരു കാലത്ത് സാമൂഹ്യ പരിഷ്കർത്താക്കളും രാഷ്ട്രീയ പ്രവർത്തകരും ഇത് രണ്ടും കൂടി ചേർന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നു കഴിഞ്ഞാൽ ആ വേദിയിൽ തന്നെയാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സമ്മേളനം നടക്കാറുള്ളത്. പക്ഷെ ടിളക്ക് വരുന്നതോടുകൂടി അത് അവസാനിപ്പിക്കണം, അവർ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. വീണ്ടും ഈ സാമൂഹ്യ പരിഷ്കരണം എന്നുള്ള അജണ്ട കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗോഖലെ, പഴയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നേതൃത്വം വഹിച്ചിരുന്ന ഗോഖലെ ഗാന്ധിയെ ക്ഷണിച്ചു വരുത്തുന്നത്. പിന്നീട് ഗാന്ധിയുടെ ഇടപെടൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും കാർഷിക പ്രശ്നത്തിൽ, തൊഴിലാളി പ്രശ്നത്തിൽ, ജാതി പ്രശ്നത്തിൽ ഭാഗികമായിട്ടെങ്കിലും അസ്പൃശ്യത മറ്റുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു മിതവാദപരമായ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു മുഖം മുമ്പോട്ട് വെച്ചുകൊണ്ട് ഈ കോൺഗ്രസ്സിന് പുറത്തായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങളെ ഇതിലേക്ക് ആകർഷിച്ച് അങ്ങനെ വീണ്ടും കോൺഗ്രസിൻ്റെയിലൂടെ ഒരു ആധിപത്യം ഉറപ്പിച്ചെടുക്കുക. ഇതാണ് ഗാന്ധിയിൽ നടന്നത്. പിന്നെ നീണ്ടൊരു കാലത്തേക്ക് ഇതാണ് ഇന്ത്യൻ ഭരണവർഗങ്ങൾ മുളച്ചു നിന്നിരുന്ന ഒരു ആശയഗതി, ഒരു മിതവാദ ബ്രാഹ്മണ്യം, അതും പരോക്ഷമായിട്ട്, പ്രത്യക്ഷമായിട്ടല്ല. അപ്പം അതിൽ ഉദാഹരണത്തിന് നമ്മൾ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, മതേതരവാദിയും മറ്റൊക്കെ ആയിട്ട് നമ്മൾ പൊതുവെ ചിത്രീകരിക്കപ്പെടുന്ന നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ നോക്കുക, അത് കൃത്യമായിട്ട് ബ്രാഹ്മണ്യ നിലപാട് നിന്നിട്ടുള്ള കൃതിയാണ്. പക്ഷെ അത് ആ രീതിയിലല്ല അത് അവതരിപ്പിക്കുന്നത്. എന്തോ നമ്മുടെ ഒരു ദേശീയ മഹത്തായ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൽ വരുന്നത്. അതേസമയം പട്ടേലിനെ പോലെ ആൾക്കാരുണ്ട്, ഇവരൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഗാന്ധി നിൽക്കുന്നുണ്ട്. ഇതാണ് പിന്നീട് കുറേ കാലത്തേക്ക് ഭരണവർഗത്തിനുടെ ഒരു നീതീകരണമായിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ എന്താ പറയുക, വികസനം പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് കൊണ്ടുവരുന്നു. പക്ഷെ ഈ കാര്യം ഇന്ത്യയുടെ തന്നെ നിൽക്കുന്നൊരവസ്ഥ വിദേശ സാമ്രാജ്യത്വ രാജ്യങ്ങൾ മറ്റും ഔപചാരികമായിട്ട് ബ്രിട്ടീഷുകാർ 47 വിട്ടുപോയെങ്കിലും വിദേശ വിധേയത്വത്തിൽ നിന്ന് യാതൊരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അർദ്ധ കൊളോണിയൽ അവസ്ഥയായിട്ട് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമായി ഉയർന്നു വന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തന്നെ വലിയ താമസമില്ലാതെ ഈ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടാൻ തുടങ്ങി. 60കളോടുകൂടി കോൺഗ്രസിൻ്റെ ആ ഒരു പ്രതിച്ഛായ, ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുള്ള അല്ലെങ്കിൽ ഇതിനൊക്കെ മാറ്റം ഉണ്ടാക്കാനുള്ള ശേഷി കോൺഗ്രസ്സിന് ഉള്ളൂ എന്നുള്ള പ്രതിച്ഛായ പൊളിയുകയും വിശ്വാസ്യത നഷ്ടപ്പെടുകയും ജനങ്ങൾക്ക് 67 തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായിട്ട് അത് വരികയും ചെയ്തു. പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു, കേന്ദ്രത്തിൽ തന്നെ ദുർബലമായി, അതിൻ്റെ അകത്ത് തന്നെ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ പിന്നീട് വരുന്ന എന്താ നമ്മൾ നോക്കുക, ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, ദേശീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, നക്സൽബാരി പ്രസ്ഥാനം ഉയർന്നു വരുന്നുണ്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പല പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും. അപ്പോൾ അടിയന്തരാവസ്ഥയിൽ മുന്നോട്ട് വെച്ച കാര്യം എന്തായിരുന്നു? വലതുപക്ഷ ശക്തികൾ നമ്മളുടെ രാജ്യത്തിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ അതിനെ തടയാനായിട്ടും സോഷ്യലിസം നടപ്പാക്കാനായിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധി ഒരു കൊണ്ടുവരുന്നത്. ബാങ്ക് ദേശസാൽക്കരണം, പ്രിവി പേഴ്സ് നിർത്തലാക്കൽ, പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം 20 ദിന പരിപാടി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ അത് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇവിടുത്തെ ഭരണവർഗ്ഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള, അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്നതായിട്ടൊരു സാമൂഹ്യ അടിത്തറ ശക്തമല്ല എന്നുള്ളതാണ്, ദുർബലമാണ്. ഒന്നാമത് പല ദേശീയതകൾ, രണ്ടാമത് ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എങ്ങനെയെങ്കിലും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സംവിധാനം അവർക്ക് എപ്പോഴും ആവശ്യമാണ്. എല്ലാവർക്കും ഇതിൻ്റെയൊക്കെ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു മേൽത്തട്ടിന് എങ്ങനെയെങ്കിലുമൊക്കെ അധികാരത്തിലൊരു പങ്കാളിത്തം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അപ്പോൾ എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിർത്തിപ്പോകുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ പാർലമെൻ്ററി വ്യവസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ട് ഒതുക്കിക്കൊണ്ടുള്ളൊരു സംഭവം കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിലേക്ക് തിരിയുന്നത്. മനസ്സിലായില്ല? അല്ലാതെ അവരൊരു ദുർബലാവസ്ഥയിലല്ല ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ, അങ്ങനെ ഒരു പ്രതിപക്ഷം എന്നുള്ളതിലേക്ക് പറയാവുന്ന എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന CPM ആപ്പീസും പൂട്ടിയിരിപ്പായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ RSകാരുടെയൊക്കെ അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ദുർബലാവസ്ഥയായിരുന്നില്ല അവർ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു, പിടിച്ചിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? കാരണം ഇങ്ങനൊരു അവസ്ഥ നിൽക്കുന്നുണ്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കാണുന്ന എന്താണ്? പിന്നീട് ജനതാ സർക്കാർ വരുന്നു. അതിൽ ഈ പറയുന്ന RSകാർക്ക് ഒരു ഔദ്യോഗികമായിട്ടൊരു കേന്ദ്ര തലത്തിൽ തന്നെ ഒരു അംഗീകാരം കിട്ടുന്നു. അധികം കാലം നിന്നില്ല അത്. അന്നേരം ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ കൊണ്ടത് പൊളിയുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത വരവോടുകൂടി
ആ പരോക്ഷമായ ബ്രാഹ്മണ്യം എന്നുള്ളതിനെ മാറ്റി പ്രത്യക്ഷമായ ബ്രാഹ്മണ്യത്തിൻ്റെ നിലപാടുകളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇത് വരുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനെ മാത്രമല്ല, കേന്ദ്രീകരണം എന്നുള്ളൊരു പ്രശ്നം, പ്രസിഡൻഷ്യൽ ഭരണരീതി വേണം, മറ്റു വേണം, മറിച്ച് വേണം എന്നുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരിക, സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. ആ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെ സംവരണത്തിന് ഇനി എന്ത് ന്യായീകരണം എന്നുള്ളൊരു ചർച്ച ഉയർത്തിക്കൊണ്ട്, അതാണ് അതിൽ പ്രധാനമായിട്ടുണ്ടായത്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ എഡിറ്റോറിയലുകൾ, മറ്റേ എന്താ പറയുക, എഡിറ്റോറിയൽ പേജിൽ വരുന്ന ലേഖനങ്ങളൊക്കെ തന്നെ പ്രധാനമായിട്ടും ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന് കൈകാര്യം ചെയ്ത ആ കോണിൽ നിന്നിട്ടാണ്. അവർ പറയുന്നതിലും കുറച്ചൊക്കെ ആയാലും മെറിറ്റിനെ നമ്മൾ പരിഗണിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മൊത്തം ഇതിനൊക്കെ പുനഃപരിശോധിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. അതുവരെ ഉണ്ടായിരുന്നൊരു അംഗീകാരം, ഒരു സർവ്വസമ്മതി, ആ സർവ്വസമ്മതി നമുക്കിനി കൈയൊഴിയണം, പുതിയൊരു സർവ്വസമ്മതി ആവശ്യമാണ് എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ദേശീയ പ്രക്ഷോഭങ്ങൾ ആസാമിലെയും പിന്നെ അതുപോലെ പഞ്ചാബിലെയും മറ്റൊക്കെ ഉയർന്നു വന്നപ്പോഴത്തേക്കും ഒരു ഹൈന്ദവ ഐക്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ഹിന്ദുത്വം എന്നുള്ള ആ RSS പറയുന്ന രീതിയിലല്ലെങ്കിലും മറ്റൊരു രീതിയിലെങ്കിലും അതിനെ ഉയർത്തിക്കൊണ്ടാണ് ശ്രമം കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും RSSനൊരു പൊന്തി വരാനായിട്ട്, ഒരു അഖിലേന്ത്യാ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവരുടെ ന്യായീകരണം അത് കോടതി തലത്തിലും കാണുന്നുണ്ട്. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു ആശയശാസ്ത്രമൊന്നുമല്ല, അതൊരു ജീവിത രീതിയാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ വ്യാഖ്യാനങ്ങൾ. അങ്ങനെ പല പല കോണിൽ നിന്നിട്ട് ഭരണവർഗ്ഗങ്ങളുടെ വിവിധ ഉപകരണങ്ങൾ, ഭരണകൂടത്തിൻ്റെ വിവിധ ഉപകരണങ്ങളുടെ ഭാഗത്തു നിന്നും ഭരണവർഗ്ഗങ്ങളുടെ ആകമൊത്തത്തിലുള്ള ഭാഗത്തു നിന്നും ഈ ഒരു പ്രത്യക്ഷ ബ്രാഹ്മണ്യം എന്നുള്ള സംഭവം ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട്. അതുവരെയും പരോക്ഷമായി നിർത്തിയെന്ന് പ്രത്യക്ഷമായി കൊണ്ടിരുന്നു. അത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ പങ്കെടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ഏറ്റുപിടിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 87 CPMൻ്റെ അഖിലേന്ത്യാ കോൺഗ്രസ് മറ്റാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അന്ന് അവർ ഉയർത്തിയൊരു പരസ്യ ബോർഡുണ്ട്, പ്രസിദ്ധമായൊരു പടമുണ്ടല്ലോ, കൃഷ്ണൻ തേര് തെളിക്കുന്നു, അർജുനൻ യുദ്ധത്തിനെ നയിച്ചുകൊണ്ടുപോകണം. അതിനെ ചിത്രീകരിച്ചുകൊണ്ട് EMS തേര് തെളിക്കുന്നു, അർജുനൻ്റെ സ്ഥാനത്ത് മൂലധനോ മറ്റാണ് വെച്ചതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാഹ്മണ്യ പ്രതീകങ്ങളെ അതേപടി ഏറ്റെടുക്കുകയാണ്, മനസ്സിലായില്ല, അല്ല അതിനെ ചോദ്യം ചെയ്താൽ അതിനെ എതിർക്കുന്നൊരു നിലപാടല്ല കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു സംഭവമല്ല. നമ്മൾ മുഴുവൻ ഭരണവർഗ്ഗങ്ങളുടെയും തലത്തിൽ നീതീകരണ പ്രതിസന്ധിയുടെ പരിഹാരത്തിനായിട്ട് അവർ കണ്ടെത്തിയൊരു കാര്യമാണ് പണ്ടത്തെ പരോക്ഷമായ ബ്രാഹ്മണ്യത്തിൻ്റെ സ്ഥാനത്ത് പ്രത്യക്ഷമായ ബ്രാഹ്മണ്യത്തിലേക്കുള്ളൊരു മാറ്റം. അത് വരുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും കടുപ്പിച്ച രീതിയിൽ തുടക്കം മുതലേ തന്നെ അത് പച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഹിന്ദുത്വ സംഘടനയ്ക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇടം കിട്ടുകയാണ്. ചെറിയൊരിടം മാത്രമല്ല, വലിയൊരിടം കിട്ടുകയാണ്. എന്താ പറയുക, അത് നീതിയാണ്, ന്യായമാണെന്നുള്ള എനിക്ക് അവർക്കത് കൂടുതലായിട്ട് മുന്നോട്ട് തള്ളിക്കൊണ്ടുവരാനായിട്ടുള്ള അവസരം കിട്ടുകയാണ്. അങ്ങനെയാണ് വീണ്ടും RSSൻ്റെ ഒരു വളർച്ച അഖിലേന്ത്യാ തലത്തിലും ഇവിടെയൊക്കെ തന്നെ സംഭവിക്കുന്നത്. വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ കേരളത്തിലെ സാഹചര്യം. കേരളത്തിൽ RSSൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വെച്ചേക്കുന്ന ഒരു കാര്യം CPMൻ്റെ സോഷ്യൽ ഫാസിസം, തർക്കമില്ലാത്തൊരു കാര്യം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 80കളുടെ 85-ലോ 86-ലോ മറ്റോ, അതായത് അതിന് തൊട്ട് മുമ്പ് എന്തോ കോമ്രേഡിൽ ഒരു ലേഖന പരമ്പര വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു മാസിക ഉണ്ടായിരുന്നു MLൻ്റെ. അതെനിക്ക് തോന്നുന്നു സോമശേഖരനാണെന്ന് തോന്നുന്നത് അതിന് വേണ്ടി മുൻകൈ എടുത്തത് അങ്ങനെ ഒരു പഠനം നടത്താനായിട്ട്. ഈ RSS CPM സംഘടന നടത്തുന്ന വിവിധ പ്രദേശങ്ങളിൽ പോയിട്ട് എന്താണ് അതിന് അടിത്തറ, എന്തിൽ നിന്നിട്ടാണ് ഉയർന്നു വന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനീതി, ആ അനീതിയുടെ ഒരു പക്ഷം CPM പിടിക്കുന്നു. അനീതിയുടെ പക്ഷം, നീതിയുടെ പക്ഷമല്ല, അനീതിയുടെ ആ അനീതി അനുഭവിക്കേണ്ടി വരുന്ന ആൾക്കാർ RSSലേക്ക് മാറും. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ശരിക്കും RSSന് ആളുണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം ഇവരായിട്ട് മുട്ടി നിൽക്കണമെങ്കിൽ അതുപോലെ മുട്ടി നിൽക്കാൻ പറ്റുന്നൊരു ശക്തി വേണമല്ലോ. കോൺഗ്രസ്സുകാരെ കൊണ്ടത് കഴിയില്ല, CPIക്ക് ഒട്ടും കഴിയില്ല. അപ്പോൾ പിന്നെ ഉള്ളത് ഇതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഹിന്ദുത്വത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ എനിക്ക് അങ്ങോട്ട് മാറിപ്പോകണേ. അപ്പോൾ അങ്ങനെ പല ഉദാഹരണത്തിന് ഈ അങ്കമാലി പ്രദേശത്ത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ശക്തമായൊരു അടിത്തറ ഉണ്ടായിരുന്ന ദളിത് മേഖല. ആ ദളിത് മേഖലയിൽ വലിയ തോതിൽ RSS കടന്നു കയറുന്നത് എങ്ങനെയായിരുന്നു? അവിടെയുള്ള സവർണ ക്രിസ്ത്യാനികൾ പ്രാദേശികമായിട്ട് എന്തോ ഒരു വിഷയത്തിൻ്റെ പേരിൽ ദളിതരെ അങ്ങാടിയിൽ നിന്ന് വിലക്കുന്നു, കടകളിൽ നിന്ന് വിലക്കുന്നു. മനസ്സിലായി? അവിടെ ഈ പറയുന്ന സവർണ ക്രിസ്ത്യാനികൾക്കിടയിൽ CPMന് സ്വാധീനമുണ്ട്. വേണമെങ്കിൽ CPMന് രാഷ്ട്രീയമായിട്ട് തന്നെ സംഘടനാപരമായിട്ട് ഇടപെട്ട് അത് നിർത്തിക്കാൻ പറ്റും. അതല്ല സംഭവിച്ചത്.
ആ ഒരു സാഹചര്യത്തിൽ ഫോട്ടോ ചെയ്യുന്ന RSSകാർ ജീപ്പ് എടുത്തിട്ട് എന്താ പറയുക ഭക്ഷണ സാധനങ്ങളും മറ്റൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ട് അവരതിൻ്റെ കൂടെയല്ലേ കൂടുകയില്ല. അവരുടെ ഒരു പ്രധാന എന്താ പറയുക ആക്രമണത്തിൻ്റെ RSSന് ഒരു ആക്രമണ ശക്തിയായിട്ട് കേരളത്തിൽ മാറുന്നത് ഈ ദളിത് വിഭാഗങ്ങളും പിന്നാക്ക ജാതിക്കാരും അതിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രം, അല്ലാതെ അതിന് അങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഭരണവർഗ നീതീകരണത്തിൽ വന്നിരിക്കുന്ന ഒരു പുനഃസംഘടന, ഒരു പുനർവാർപ്പ്, അപ്പോൾ അതുണ്ടാക്കി കൊടുക്കുന്ന ഒരിടം. മറ്റൊന്ന്, ഈ പറയുന്ന ഇവിടെയുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ അവരുടെ തന്നെ ജനവിരുദ്ധമായ നയങ്ങൾ സൃഷ്ടിക്കുന്ന വിടവുകൾ, അതിലേക്ക് കയറി പറ്റിക്കൊണ്ട് ഇവർക്ക് വളർന്നു വരാൻ കഴിയുന്നത്. ഈ 2 രീതിയിലാണ് അവർ വളർന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഇന്ത്യയുടെ മാത്രം സവിശേഷതയല്ല. ഇപ്പോൾ ജർമ്മനിയുടെ കാര്യം നോക്കുക. ഹിറ്റ്ലർ ഫാസിസ്റ്റ് പാർട്ടിക്ക് വളർന്നു വരാൻ കഴിയുന്ന അവിടുത്തെ ഭരണവർഗ്ഗങ്ങളുടെ സഹായത്തോടു കൂടി മാത്രം. ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർക്ക് മറ്റു രീതിയിൽ തൊഴിലാളി പ്രക്ഷോഭങ്ങളും മറ്റൊക്കെ അടിച്ചമർത്താനായിട്ട് കഴിയില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് പിന്നെ ഇതിന് ഭരണവർഗ്ഗങ്ങൾ പിന്തുണയ്ക്കാൻ തുടങ്ങുന്നത്. ഇറ്റലിയിലും സംഭവിച്ചത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് അവരുടെ ഒരു ശേഷി കൊണ്ടല്ല അതുണ്ടായതെന്നുള്ളത്. അത് ഓരോ നിമിത്തങ്ങളാണ്. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ കാര്യം നോക്കുക. ബാബരി മസ്ജിദ് 49, അതിന് മുമ്പ് നോക്കുക, 47 അവിടെ കോൺഗ്രസ് ഭരണമാണ്. ഗോപി വല്ലഭ് പന്താണ് മുഖ്യമന്ത്രി. ആ സമയത്ത് വടക്കേ ഇന്ത്യയിൽ വ്യാപകമായിട്ട് വർഗീയ കലാപങ്ങൾ നടക്കുന്നുണ്ട്, പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്, കൂട്ടക്കൊലകൾ നടക്കുന്നുണ്ട്. UPയിൽ ഗോൾവാൾക്കറെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് വ്യാപകമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള വർഗീയ അക്രമങ്ങൾ നടത്താനായിട്ട് തയ്യാറാക്കിയ പദ്ധതി, വിശദമായ പദ്ധതി, ഇതൊരു റെയ്ഡ് നടത്തിയിട്ട് പിടിച്ചെടുക്കുന്നുണ്ട് UP പോലീസ്. ആ സംഭവം മുഴുവൻ ഗോപി വല്ലഭ് പന്തിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ സംഭവമാണെന്ന് പറഞ്ഞിട്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞാൽ തടഞ്ഞു വയ്ക്കുക ചെയ്യുന്നത്. ഗോൾവാൾക്കർ സുഖമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെ ഇതിന് വളരാനായിട്ട് അന്ന് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആ അന്നത്തെ പോലീസ് സൂപ്രണ്ടുണ്ടായിരുന്ന ആൾ എഴുതിയേക്കണ വിശദമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അയാൾ വിവരിക്കുന്നുണ്ട് കാര്യം. 49 ബാബരി മസ്ജിദ് പൊളിച്ച് ഇവർ സാധനകത്ത് കയറ്റുമ്പോൾ അന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ കോൺഗ്രസിനും നെഹ്റുവിനൊക്കെ ഉണ്ടായിരുന്നൊരു രാഷ്ട്രീയ ആധിപത്യം ഉണ്ടല്ലോ, ചോദ്യം ചെയ്യപ്പെടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ തടയാമായിരുന്നില്ലേ? കഴിയുമായിരുന്നു. പിന്നെ ആ പൂട്ട് പൊളിച്ച് അവർക്ക് അവിടെ പോയിട്ട് തൊഴാനും മറ്റൊക്കെ ആയിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് വീണ്ടും കോൺഗ്രസ്. രാജീവ് ഗാന്ധിയുടെ പ്രക്ഷോഭം പ്രചരണം തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന എവിടെ നിന്നാണ്? അയോധ്യയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞ ബാബരി മസ്ജിദ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിലാകട്ടെ എന്നുള്ള ഞാൻ പറഞ്ഞത് അത് ഭരണവർഗത്തിൻ്റെ ഒരു ആവശ്യമാണെന്നുള്ള പ്രശ്നമാണ് വരുന്നത്. ഇപ്പോൾ നരസിംഹറാവു സർക്കാരിനെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്, നരസിംഹറാവു ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, ഒന്നും ചെയ്തില്ല. കാരണം അതൊരു അവരുടെ ഒരു ആവശ്യമായിരുന്നു. അത് ഞാൻ പറഞ്ഞത് വെറുമൊരു BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ വിഷയമല്ല, ഭരണവർഗ താല്പര്യം അതിൽ കാണുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, കോൺഗ്രസ് ഈ അടുത്തിടയ്ക്ക് ഗുജറാത്തിൽ അവരുടെ ഒരു സമ്മേളനം നടത്തിയല്ലോ, അഹമ്മദാബാദിൽ AICCയുടെ. എന്നിട്ട് അതിൽ നിന്ന് വന്നേക്കണേ എന്താ? ഗാന്ധിയെയും പട്ടേലിന് ഇതാണ് അവർ പ്രൊജക്റ്റ് ചെയ്തേക്കണത്. നെഹ്റു അവിടെ പോയി. സാധാരണ നമ്മൾ ഗാന്ധി, നെഹ്റു കൂടെ പട്ടേലും, പക്ഷെ ഇപ്പം എല്ലാം നെഹ്റുവിനെ അങ്ങ് ഒഴിവാക്കി ഗാന്ധി എന്നാണ്. ഗാന്ധിയുടെയും പട്ടേലിൻ്റെ പ്രത്യേകത എന്താ? പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഗാന്ധി ഒരു ഹൈന്ദവ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിട്ട് തന്നെ പണ്ടേ മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്, മിതവാദിയാണെങ്കിലും ആ കാര്യത്തിൽ. പട്ടേലാണെങ്കിൽ കുറച്ചും കൂടി കടുപ്പിച്ചുള്ളൊരു നിലപാടുള്ള ആളായിട്ട്, അതും ഹിന്ദുത്വത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ ആ വരുന്ന വഴിക്കുള്ള എല്ലാ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലും പോയി തൊഴാനായിട്ട് നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാര്യം എന്താ? അയാളുടെ പൂണിലെടുത്ത് കാട്ടിക്കൊണ്ട് പ്രചരണം നടത്തുന്നതിൻ്റെ കാര്യം എന്താ? ഞാൻ പറഞ്ഞ ഇതൊരു പൊതുവിഷയമുണ്ട്. അതിൽ വരുന്ന തർക്കം എന്താ? എത്രത്തോളം ഇത് അക്രമാസക്തമാകണം? ഉദാഹരണത്തിന് വടക്കേ ഇന്ത്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായിട്ട് മുസ്ലിങ്ങളെയൊക്കെ ആക്രമിക്കുന്ന സംഭവം, ഇത്തരം കാര്യങ്ങൾ അത് എത്രത്തോളം വേണം, എത്രത്തോളം ആവശ്യമാണത്, അതുണ്ടാക്കാവുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പ്രശ്നം മാത്രമല്ല, ഈ പറയുന്ന ഹിന്ദുത്വവാദ പാർട്ടിക്ക് അകത്ത് തന്നെ BJPക്കും RSSന് അകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ ചെയ്തേക്കണെന്താന്ന് നോക്കൂ.
യു പിയിലായാലും ബീഹാറിലായാലും ഈ 2 സംസ്ഥാനങ്ങളിലാണല്ലോ പിന്നാക്ക ജാതിക്കാരെയും അല്ലെങ്കിൽ ദളിതര സാമൂഹ്യ അടിത്തറാക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായിട്ട് ഉയർന്നു വന്നു. BSP, സമാജ്വാദി പാർട്ടി, ഇപ്പുറത്ത് RJD, മറ്റേ ജനതാദൾ ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ തന്നെ. അപ്പോൾ ഈ പാർട്ടികൾ പക്ഷേ അതിൻ്റെ സാമൂഹ്യ അടിത്തറ പൊതുവിൽ പിന്നാക്ക ദളിത് പാർട്ടികളെന്ന് പറയുമ്പോൾ തന്നെ സമാജ്വാദി പാർട്ടിയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ യാദവരാണ്. അതുപോലത്തെ BSPയുടെ അടിത്തറ എന്ന് പറയുന്ന യു പിയിലെ ജാട്ടവ് എന്ന് പറയുന്ന ഒരു ദളിത് ജാതിയാണ്. അല്ലാത്ത ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ പ്രധാനമായിട്ട് ഇതാണ്. അപ്പോൾ ഇതിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാതിരുന്ന മറ്റ് ജാതികളെ, ദളിതായാലും കൊള്ളാം പിന്നാക്കക്കാരായാലും ശരി, അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് ചില സീറ്റുകൾ നൽകിക്കൊണ്ട് ഇടമുണ്ടാക്കിക്കൊണ്ടാണ് അവരെ ആകർഷിച്ചത്. അങ്ങനെയാണ് ഈ BJP അവരുടെ ഒരു സാമൂഹ്യ അടിത്തറ അവിടെ വികസിപ്പിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പിന്നെ ഇടം കിട്ടുന്ന എന്തുകൊണ്ടാണ്? നേരത്തെ സൂചിപ്പിച്ച പ്രശ്നമുണ്ടല്ലോ. ഒന്ന്, അവരുടെ തന്നെ ഭരണവർഗത്തിൻ്റെ തന്നെ പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നൊരിടം. 2, മറ്റ് പാർട്ടികളുടെ പ്രവർത്തന ഫലമായിട്ട് കിട്ടുന്ന ഇടം. കാരണം ദളിത് പക്ഷം എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ദളിതരെ ഉൾക്കൊള്ളുന്ന ഒരു നിലപാടിലേക്ക്, ദളിത് ജാതി നശീകരണത്തിൻ്റെ അങ്ങനെ ഒരു പദ്ധതിയിലേക്കൊന്നും മായാവതി എത്തുന്നില്ല, അല്ലെങ്കിൽ ഇപ്പുറത്ത് മുലായം സിംഗ് യാദവ് എത്തുന്നില്ല. അപ്പോൾ മുലായം സിംഗിൻ്റെ പാർട്ടി സമാജ്വാദി പാർട്ടി എന്ന് പറഞ്ഞാൽ യാദവരുടെ പാർട്ടി. അപ്പോൾ യാദവരുടെ അല്ലാത്ത പിന്നാക്ക ജാതിക്കാരുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഇപ്പോൾ അതിലിപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു സീറ്റ് കൊടുക്കുന്നു, അയാളൊരു പാർട്ടി ഉണ്ടാക്കി അയാൾക്കൊരു സീറ്റ് കൊടുത്തു, അത്യാവശ്യം ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ മതി. കാരണം ഇന്നത്തെ കാലത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ ആയിക്കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ കഴിയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അയാളും അയാളുടെ കുടുംബത്തിനും പല തലമുറകൾ ജീവിക്കാനുള്ള വകയായി. അത്യാവശ്യം മറ്റു ആളുടെ കുറേ അനുയായികൾക്ക് എന്തെങ്കിലുമൊക്കെ വീതിച്ചു കൊടുക്കാനും കഴിഞ്ഞെന്ന് വരും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ തലത്തിൽ എത്തിയിട്ടുണ്ടല്ലോ ഇന്നത്തെ ഭരണവർഗ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അതിനപ്പുറം ഒരു ഇല്ലയെന്ന് ഞാൻ പറയണം. ഒരു ഹിന്ദുത്വത്തിൻ്റെ ഒരു ബോധം സൃഷ്ടിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ അതിൽ പരിമിതമാണത് എപ്പോഴും. അത്തരത്തിൽ ആഴത്തിലൊരു ബോധം അതിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ ഒരു കാര്യം നോക്കുക, ഇവിടെ നടന്നേക്കണ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ വിഷയം നോക്കുക. ആ വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് തീരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ബാലു എന്ന് പറയുന്ന വ്യക്തി രാജിവെച്ച് ഞാൻ എന്താ പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്നത് വരെ ഇവിടുത്തെ ഏതെങ്കിലും ഹിന്ദുത്വവാദി അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഹിന്ദു ഐക്യവേദിയുടെ എന്താണ് ചെങ്ങാരുടെ പേര് ഞാൻ മറന്നുപോയി. ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹിന്ദു പക്ഷം പിടിച്ചുകൊണ്ട് അല്ലാതെ ഒരു ഹിന്ദുവാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ധൈര്യപ്പെട്ട് വന്നിട്ടുണ്ട്? അപ്പോൾ ഈ വിള്ളൽ ഇവിടെ ജാതിയുടെ വിള്ളൽ എപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ഇവർ മോഹൻ ഭാഗവത് എന്ത് പ്രസംഗിച്ച് നടന്നാലും ശരി അതിലൊരു മാറ്റം വരുന്നില്ല. അപ്പോൾ അവർക്ക് അതിനെ മറികടന്നുകൊണ്ടൊരു ഹിന്ദുത്വ ബോധം ഉണ്ടാക്കിയെടുക്കാൻ പരമാവധി എപ്പോഴാണ് കഴിയുക? മറ്റു മതങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക അന്തർലീനമായൊരു വർഗീയതയുണ്ടല്ലോ. മതവിഭാഗങ്ങളും മതസമൂഹങ്ങളും അതായിട്ട് ജനങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു വർഗീയതയുണ്ട്. ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ ശക്തിപ്പെടുത്താൻ കഴിയും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കേരളത്തിൽ നോക്കുക. പൊതുവിൽ സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെട്ടേക്കുന്നൊരവസ്ഥ മുസ്ലിങ്ങൾക്കിടയിലാണ് കാണുന്നത്. ഗൾഫ് പണവും മറ്റൊക്കെ ആയിട്ട് വന്നത്. അത് കാലാകാലമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് ഭൂമി മുഴുവൻ നമ്പൂതിരിമാരുടെ ആയിരുന്നു. പിന്നെ കുറേ മാർക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് അത് കുറേ സവർണ്ണ ക്രിസ്ത്യാനികൾക്ക് കിട്ടി. ഇപ്പം അത് മാറിയിട്ട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട് വന്നിരിക്കുന്നത് കുറച്ച് മുസ്ലിങ്ങളാണ്. കുറച്ച്, മുഴുവൻ മുസ്ലിങ്ങളൊന്നും അല്ല. പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കണ്ടോ ഇവിടെ നമുക്ക് അവിടം വരെ എല്ലാം അവരുടെ കടകളാണ്, നമുക്കിവിടെ ഇടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു വർഗീയതയൊക്കെ ഇളക്കിയെടുക്കാൻ പറ്റും. അതിനപ്പുറം സ്ഥായിയായിട്ടൊരു ഹിന്ദുത്വ ബോധം, ഒരു ഹിന്ദു ബോധം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയേയില്ല. ഫാസിസം കടന്നു വന്ന കാലഘട്ടം, ഹിറ്റ്ലറിൻ്റെയും മുസോളിനിയുടെയും ഒക്കെ ഫാസിസം കടന്നു വരുന്ന കാലഘട്ടം ലോക സാഹചര്യം എന്തായിരുന്നു? ശക്തമായൊരു സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ഉണ്ട്, ശക്തമായൊരു കോമിൻറ്റേൺ ഉണ്ട്, ലോകവ്യാപകമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, സംഘടിത തൊഴിലാളി വർഗ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലും അല്ലാതെ ഇതൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അന്ന് ആ ഫാസിസം ഉയർന്നു വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ ബൂഷ പാർലമെൻ്ററി വ്യവസ്ഥയെ ഔപചാരികമായിട്ട് തന്നെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം തന്നെ മാറ്റിക്കൊണ്ട്, ഔപചാരികം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ അവിടെ അപ്പോഴും പാർലമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പഴയൊരു പാർലമെൻ്റ് അല്ല, അതിൻ്റെ ഒരു എന്താ പറയുക പേരിന് മാത്രമുള്ള സംഭവമായിട്ട് മാറും.
അതെന്ന് അവർക്ക് ആവശ്യമായിരുന്നു. അത് കാരണം അത്തരത്തിൽ സാഹചര്യമാണ് അവർ നേരിട്ടിരുന്നത്. അതേ കാലഘട്ടത്തിൽ ചൈനയിലും ഫാസിസ്റ്റ് ശക്തികൾ ഉണ്ടാകുന്നുണ്ട് ഗോവിന്ദാങ്ങിൻ്റെ നേതൃത്വത്തിൽ. ബ്രസീലിലൊരു ഫാസിസ്റ്റ് ഭരണം വരുന്നുണ്ട് കുറച്ച് കാലത്തേക്ക്. അപ്പോൾ ഇതൊരു ഒരിക്കൽ ഭരണവർഗ്ഗങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു മാതൃക വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അവരെ കടന്നു പിടിക്കുക അവർ. ശ്രീലങ്കയിൽ നമ്മളെന്താ കണ്ടത്? എത്ര പ്രാവശ്യം അത്തരത്തിലുള്ള പൗരാവകാശങ്ങളും മറ്റൊക്കെ റദ്ദാക്കിക്കൊണ്ട് നമ്മുടെ ഇവിടെ എന്താ പറയുക ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ശ്രീലങ്കയിൽ വന്നിട്ടുണ്ട്. അതിനേക്കാളും നീണ്ടൊരു പാരമ്പര്യം ഉണ്ടാവും മനസ്സിലായി, ഈ പറഞ്ഞ ജനാധിപത്യ പാരമ്പര്യം എന്ന് പറഞ്ഞത്. പക്ഷെ നിമിഷ നേരം കൊണ്ട് അതൊക്കെ ഒതുക്കി കളഞ്ഞു വരും. ഒരു ശക്തമായൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ഒന്ന് തമിഴ് പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട്, വിമോചന പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട്, മറ്റൊന്ന് JVP-യുടെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ ഇതെപ്പോഴും ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നേരിടുമ്പോൾ അതിലേക്ക് കടക്കുക വരും. ആ സാഹചര്യം നേരിടുന്നില്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താ അവർക്ക്? അല്ലാതെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന ക്ലാസിക്കൽ ഫാസിസം, നിയോ ഫാസിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വേർതിരിവ് നടത്തുന്നത് അത് വലിയ കഴമ്പിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഫാസിസ്റ്റ് സംഘടനയാണ്. അതേ ഫാസിസ്റ്റ് സംഘടനയാണ്. കാരണം അതിൻ്റെ തുടക്കം മുതലേ തന്നെ അത് ആ സ്വഭാവമാണ് അതിനുണ്ടായിട്ടുള്ളത്. ഫാസിസത്തിന് നമ്മൾ അടിമകളാവില്ല, ആരും അടിമകളായിട്ടില്ല. ലോകത്തൊടുന്നിടത്തും ആരും അടിയായിട്ടില്ല. ജനങ്ങൾ എപ്പോഴും അവരുടേതായിട്ടുള്ള രീതിയിൽ പൊരുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയിൽ തന്നെ മറ്റുള്ള ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൽ സജീവമായി പങ്കെടുത്തൊരു വിഭാഗം യഹോവ സാക്ഷികളാണ്. അവരുടെ മതവിശ്വാസത്തിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോവുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുത്തുനിൽപ്പ് എപ്പോഴും ഉണ്ടാവും. ഒരു കാലത്ത് അടിമപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും പോകുന്നില്ല. ഇവിടുത്തെ ഭരണവർഗ്ഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഫാസിസവൽക്കരണം എത്രത്തോളം ശക്തപ്പെടുത്തും, എത്രത്തോളം അത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. ഇപ്പോൾ എന്താ പറയുക, ഇവർക്ക് പകരം ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെന്ന് വിചാരിക്കുക. ഇന്നിപ്പോൾ ഛത്തീസ്ഗഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിലും വലിയ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. സൽവാജുഡും തുടങ്ങുന്നത് മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്താണ്, UPA സർക്കാരിൻ്റെ കാലത്താണ്. CPM-ഉം CPI-യും പിന്തുണച്ചുകൊണ്ടിരുന്ന UPA-യുടെ കാലഘട്ടത്തിലാണ് ഛത്തീസ്ഗഡിൽ ആദിവാസികളെ കുത്തിയിളക്കിക്കൊണ്ട്, അതിലൊരു വിഭാഗത്തിനെ കുത്തിയിളക്കിക്കൊണ്ട് മറ്റ് ആദിവാസികളെ ആക്രമിച്ച് കൊന്നൊടുക്കുന്ന സൽവാജുഡും നടന്നത്. മനസ്സിലായി? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീഷണി മാവോയിസമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് ആ കൂട്ടക്കൊലയൊക്കെ നടപ്പാക്കിയത് ആ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. ഇപ്പം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവരഭിമുഖീകരിക്കുന്ന വെല്ലുവിളി ഉണ്ടല്ലോ, അതിനെ ആശ്രയിച്ചിട്ടാണ് അവർ ഏത് തരത്തിലുള്ള നയങ്ങളിലേക്ക് നീങ്ങുന്നു പറയുമല്ലോ. അല്ലാതെ ഈ പാർട്ടിയാണെങ്കിൽ അത് ചെയ്യും, മറ്റേ പാർട്ടിയാണെങ്കിൽ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന് അവർക്ക് തോന്നുന്നു ചെയ്യും അവർ. അതല്ല, ഭരണഘടന തന്നെ അടിയന്തരാവസ്ഥയുടെ വകുപ്പുണ്ടല്ലോ. ഇന്ദിരാഗാന്ധി ഭരണഘടന ഭേദഗതി ചെയ്തിട്ടൊന്നുമല്ലല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ അതൊക്കെ ഇനിയും സാധ്യതയുണ്ടെന്നുള്ള കാര്യം തന്നെ. പക്ഷേ ഒരിക്കലും ജനങ്ങൾ അതിന് അടിമപ്പെടാൻ പോകുന്നില്ല. ചെറുത്തിരിപ്പ് എപ്പോഴും ഉണ്ടാകും. ആ ചെറുത്തിരിപ്പിനെ ആത്യന്തികമായിട്ട് അതിനെ മാറ്റി തീർക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. അദ്വാനിയെ തട്ടിയിട്ട് എന്തിനാണ് മോഡിയെ കയറ്റിക്കൊണ്ടുവന്നത്? ആരാണ് അത് കയറ്റിക്കൊണ്ടുവന്നത്? ഇത് ഇവിടുത്തെ ഭരണവർഗ്ഗങ്ങളാണ്, ഇവിടുത്തെ വലിയ വൻകിട ഭൂഷ്വാസിയാണ് ചെയ്തത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്വാനിയല്ലേ വരേണ്ടിയിരുന്നത്. വളരെ സൗകര്യപൂർവ്വം പടിപടിയായിട്ട് അയാൾ ഒതുക്കിയൊരു മൂലയിലാക്കി ഇയാൾ പൊന്തിച്ചു കൊണ്ടുവന്നു. കാരണം കടുത്ത നിലപാടെടുക്കാൻ പറ്റിയ ആൾ ഇയാളാണെന്നുള്ള കണക്കൂട്ടില്ല. അപ്പോൾ എല്ലാ വിഭാഗങ്ങളും, മാധ്യമങ്ങളും മറ്റെല്ലാവരും തന്നെ അതിന് ഒത്തൊരു അന്തരീക്ഷം ഒരുക്കി കൊടുത്തു. അംബേദ്കറായിട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതിൽ ഇന്നേ വരെ അതിനങ്ങനെ ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ BSP ആണ് അങ്ങനെ ഒരു പാർട്ടിയായിട്ട് അധികാരത്തിൽ വന്ന പാർട്ടി. പക്ഷെ അത് അംബേദ്കറായിട്ട് രാഷ്ട്രീയം UP-യിൽ നടപ്പാക്കിയെന്ന് വെച്ച് പ്രത്യക്ഷത ഒന്നും പറയാൻ പറ്റില്ല. ഒരു ദളിത് സ്ത്രീ UP പോലുള്ള സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാകുന്നതും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നു അവിടെ. കാരണം അത് സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ ഉണ്ടാക്കുന്നൊരു ഉണർവും അതും ആകാൻ നമുക്ക് എന്നൊരു തോന്നലുണ്ടല്ലോ. അത് ചെറിയ കാര്യമല്ല. UP പോലുള്ള സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറിയ കാര്യമായിരുന്നില്ല. എൻ്റെ ഓർമ്മയുണ്ട് 80കളിൽ ഞാൻ അവിടെ കോടതിയിൽ ഒരു വക്കീലിനെ കാണാൻ പോകുമ്പോൾ, യാദവനായിട്ടൊരു വക്കീലിനെ കാണാൻ പോകുമ്പോൾ, കോടതി വരാന്തയിലാണ് വക്കീലന്മാരൊക്കെ ഇരിക്കുന്നത്, അവരുടെ മേശയും കസേര ഇട്ടിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുമല്ലോ ഇന്ന ആളെ കാണണം. അപ്പോൾ അയാളുടെ പേരെന്താണെന്ന് ചോദിക്കും, പേര് പറഞ്ഞു. അതല്ല സർനെയിം എന്താണെന്ന് വെച്ചാൽ ജാതി പേരാണ് ചോദിക്കണം.
അപ്പോൾ ഇന്ന യാദവാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇവിടെയാണോ കാണുക, താഴെ നോക്കുക. അവരൊക്കെ മുറ്റത്തായിരിക്കണം, വരാന്തയിൽ ഇരിക്കാൻ പോലും അവർക്ക് 80കളിലാണെന്ന് ഓർക്കണത്. സർക്കാർ ആഫീസുകളിൽ പ്യൂൺ മുതൽ ഓഫീസർ വരെ എല്ലാവരും ബ്രാഹ്മണരായിരുന്നു. അപ്പോൾ അത്തരം അവസ്ഥയിൽ ഇതുപോലെ മായാവതിയോ അല്ലെങ്കിൽ മുലായം സിംഗൊക്കെ മുഖ്യമന്ത്രിയായി വരിക എന്ന് പറയുമ്പോൾ ഒരു മാറ്റം തന്നെയാണ് അവിടെ, ഒരു അന്തരീക്ഷത്തിലൊരു മാറ്റം. പക്ഷെ അത് സ്ഥായിയായിട്ട് നിൽക്കാൻ പോകുന്നൊരു കാര്യമല്ല. അതിന് വേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള ആ ജനവിഭാഗത്തിനെ ബാധിക്കുന്ന ഭൂപ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മൗലികമായൊരു മാറ്റവും ആധിപത്യ ശക്തികളെ തകിടം മറിക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല. ആ ദിശയിൽ അംബേദ്കർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പോലും അവർ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അംബേദ്കറായിട്ട് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് തലത്തിൽ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല.